വിനീത് ശ്രീനിവാസൻ ജയിൽ ചാടുന്ന സിനിമ ഏത്? ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. ഞാൻ അഭിനയിച്ചല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. സ്വന്തം ജീവിതത്തിലെ ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാല് ഫംഗ്ഷന് വിളിച്ചിട്ടാണോ പ്രതിയായിട്ടാണോ എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയെങ്കിലുമൊക്കെ ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ടോ? ഫംഗ്ഷന് വിളിച്ചിട്ട് പോയിട്ടുണ്ട് ഞാൻ. അതെവിടെയായിരുന്നു? വിയൂര്. ആണ്. അടുത്ത എന്തായാലും ചേട്ടൻ പറയില്ല, അതിന് വേറെ ചേട്ടനോട് ഡാൻസ് കളിക്കും. എന്താ ക്വസ്റ്റ്യൻ എന്ന് പറയട്ടെ. മീശ മാധവനിലെ മുകുന്ദനുണ്ണി, നമ്മള് മുകുന്ദനുണ്ണിയാണല്ലോ സിനിമ. മീശ മാധവനിലെ മുകുന്ദനുണ്ണി ഈപ്പൻ പാപ്പച്ചിക്കെതിരെ പറയുന്ന CRPC സെക്ഷൻ ഏതാണ്? ഞാൻ 4 ഓപ്ഷൻ തരാം. സെക്ഷൻ 349, സെക്ഷൻ 394, 354, 363. 363. എന്തൊരു കോൺഫിഡൻസ് ആയിട്ടാ ചേട്ടാ പറയുന്നത്. എനിക്ക് എന്തായാലും അറിയില്ല, പിന്നെ കോൺഫിഡൻസോടുകൂടി പറയാലോ. അതെ, പക്ഷെ 349 ആയിരുന്നു CRPC സെക്ഷൻ 349. ചേട്ടൻ എന്താ നമ്മുടെ ഞാൻ മറ്റേ ഋത്തിക് റോഷന്റെ സ്റ്റെപ്പ് കാണിക്കാം. ഡൺ. പോരെ? ഇതാര് മക്കളുടെ കൂടെ കളിക്കുന്ന സ്റ്റെപ്പാണ്? അല്ലല്ല, ഇത് എവിടെ കളി, ഇതൊക്കെ എവിടെയെങ്കിലും കളിക്കാൻ കൊള്ളു. അപ്പൊ ചേട്ടൻ വിശാഖന്റെ കല്യാണത്തിന് ഡാൻസ് ഒന്നും കളിച്ചില്ല? ഇല്ല, ഞാൻ കളിച്ചില്ല. ഞാൻ ആകെ ഒറ്റ കല്യാണത്തിനെ ഡാൻസ് കളിച്ചിട്ടുള്ളൂ, അത് നോബിളിന്റെ കല്യാണത്തിനാ. കാരണം കൂടെ കളിക്കുന്ന ഒറ്റൊരുത്തനും ഡാൻസ് അറിയില്ലായിരുന്നു. ആ കോൺഫിഡൻസിൽ ഞാൻ കയറി കളിച്ചതാ. എന്തായാലും ഇത് കഴിക്കും. ഒരെണ്ണോടെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത മുകുന്ദനുണ്ണി അസോസിയേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആയിക്കോട്ടെ, ഒരെണ്ണം എടുത്ത് കഴിക്കും. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന പടത്തെ കുറിച്ചുള്ള ചേട്ടന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താ? എനിക്ക് എന്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാല് അഭിനവ് എന്ന് പറയുന്ന സംവിധായകനെ അഭിനവ് എന്ന് പറയുന്ന സംവിധായകനെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും അത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും പ്രതീക്ഷയും. നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കുറേ ADsന് അവർ ഇൻഡിപെൻഡന്റ് ആയപ്പോൾ നല്ല സക്സസ് ഉണ്ടായിട്ടുണ്ട്. അത് നന്നായിട്ട് ഡിസേർവ് ചെയ്യുന്ന ഒരാളാണ് അഭി. അപ്പോൾ ഇപ്പോൾ ബേസിലിനാണെങ്കിലും ഗണേശനാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള, ഇവരെല്ലാവരും അഭിപ്രായങ്ങൾ ചോദിക്കുന്ന, സിനിമയെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സംസാരിക്കുന്ന ഒരാളാണ്. അവനെ അഭിനവ് എന്നല്ല വിളിക്കുക, അവന്റെ ഫുൾ പേര് അഭിനവ് സുന്ദർ നായക് എന്നാ. അപ്പൊ ഈ ഗണേഷും ബേസിലും ഒക്കെ അവനെ വിളിക്കുക നായക് ജി എന്നാ. അല്ലല്ല, നായക് ജി എന്നാ. അവന് നമ്മുടെ സർക്കിളിൽ എല്ലാവരും നായക് ജി എന്നാ വിളിക്കുന്നത്. ആ നായക് ജി ആക്ച്വലി നായക് ജി നായകനാകാൻ പോകുന്നത് സിനിമ ആവട്ടെ. കാരണം നമുക്ക് ചില എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ സിനിമയെന്ന്, പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ. എപ്പോഴും അത്രയല്ലേ ഉള്ളൂ. നമുക്ക് അടുത്ത റൗണ്ട് കളിക്കാം, അടുത്ത ഗെയിം കളിക്കാം. നല്ല രസല്ലേ? ഇതെല്ലാം ചില സിനിമകളുടെ പേരുകളാണ്. അപ്പൊ ഇതിനകത്ത് ഒരു പേര് ഞാൻ എടുക്കും, ഒരു പേര് ചേട്ടൻ എടുക്കും. ഇത് എന്താണെന്ന് നമ്മൾ വരച്ച് കാണിക്കും. എനിക്കും അറിയില്ല സത്യം. എനിക്ക് അത്രയും കൂടെ അറിയില്ല, പക്ഷെ കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ ഇവിടെയാണ്. അതൊന്നും പ്രശ്നമില്ല.